ഹലോ. ലിയാഖത്തല്ലേ? അതെ. ഫ്രീയാണോ? അതെ, ആരായിരുന്നു? എന്റെ പേര് ഹക്കീം, കാസർഗോഡ് സ്ഥലം. ആ. പിന്നെ താങ്കളുടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു യൂട്യൂബിൽ. അപ്പോ ഇസ്ലാം വിരോധിയല്ല താങ്കൾ? അപ്പൊ ഇസ്ലാമുമായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഇപ്പൊ സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. ഞാൻ ആക്ച്വലി നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇന്റൻഷനെ കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത്. ആക്ച്വലി താങ്കളിപ്പോ ഇസ്ലാം വിരോധിയായിട്ട് എത്ര കാലമായി? ഇതൊക്കെ ഏത് തരം ചോദ്യങ്ങളാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ പേഴ്സണൽ ഇന്റൻഷൻ ഞാൻ എന്തിനാ നിങ്ങളോട് പറയണേ? പേഴ്സണൽ ഇന്റൻഷൻ അതല്ല, നിങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഇതല്ല, പ്ലാറ്റ്ഫോം യൂട്യൂബിലല്ല, സോഷ്യൽ ഇന്റൻഷൻ അല്ലേ? സോഷ്യൽ ഇന്റൻഷൻ അല്ല, നിങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല അത്. അപ്പൊ അതുമൂലം ഉത്ഭവിച്ച ഒരു സംശയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറഞ്ഞ സബ്ജക്റ്റുകൾ, വിഷയം അത് തെറ്റാണോ ശരിയാണോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും? പറഞ്ഞ കാര്യങ്ങളായിട്ട് നമ്മൾ ചോദിച്ച ചോദ്യവും പറഞ്ഞ ഉത്തരങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറയാനുണ്ടാവാൻ. അപ്പൊ എനിക്ക് കൂടുതലായിട്ടൊന്നും ചോദിക്കാനോ പറയാനോ വിഷയമായി ബന്ധപ്പെട്ടിട്ട്, നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും ചോദിച്ച ചോദ്യങ്ങളും നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളും മാത്രമേ നിങ്ങൾക്ക് പറയാനുണ്ടാവും. അതിപ്പോ 1500 കൊല്ലമായിട്ട് ഇസ്ലാമിന് ഒരേ കാര്യം തന്നെ പറയാനുള്ളൂ അല്ലേ? ഒരേ കാര്യങ്ങളല്ല. ഇസ്ലാം എന്നത് ഖുർആനും ഹദീസും അല്ല. അതിലൊരേ കാര്യം തന്നെയല്ലേ പറയണേ? കഴിഞ്ഞ 1500 കൊല്ലമായിട്ട് ഒരേ കാര്യം തന്നെയല്ലേ മാറ്റമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കണേ? എല്ലാവരും നിങ്ങളുടെ അടുത്ത് ഏത് ചോദിക്കാനോ നിങ്ങൾ വിളിക്കുന്നത്, അതേ ചോദ്യങ്ങൾ എല്ലാവരും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാന്നുള്ളത്. നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചോദിക്കുവോ? അതല്ലേ ഞാൻ ചോദിക്കണേ. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല, ഞാൻ വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ സാമൂഹ്യ നിയമങ്ങളെ കുറിച്ച്, ഇസ്ലാമിന്റെ അവകാശവാദങ്ങളെ കുറിച്ച്, വിശ്വാസം, ആരാധനയും അതിനെ കുറിച്ചൊന്നും ഞാൻ കാര്യമായിട്ട് ചോദിക്കാറില്ല. ഏകദേശം എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് കാണാൻ ഇടയായതെന്ന് വെച്ചാൽ, എന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഫ്രണ്ടാണ് നിങ്ങളെ വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തരുന്നത്. നിങ്ങൾ കണ്ട വീഡിയോ ഏതൊക്കെയാണ്? ഏത് സബ്ജക്റ്റിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത്? സബ്ജക്ട് സംവാദം കണ്ടിട്ടുണ്ട്, കുറച്ച് സംവാദങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റേ ഇങ്ങനെ കോളിംഗ് ഇതില്ല, ഇതുപോലെ ഞാൻ ഇപ്പൊ വിളിച്ച പോലെ കോളിംഗ് ആയിട്ടുള്ള സംഭാഷണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം നിങ്ങളെ വീഡിയോ കാണാൻ ഇടയായ കാരണം പറയാം. എന്റെ ഒരു ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഒരു ഫ്രണ്ട്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്ത് തന്നത് മൂലമാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാൻ ഇടയായത്. അപ്പൊ അതിൽ അവന് ഷെയർ ചെയ്ത് ചോദിച്ചത് ഇസ്ലാമിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നല്ല. അതിൽ എന്നോട് ചോദിച്ചത്, ഇയാൾ എന്തിനാണ് ഇസ്ലാമിന് ഇത്രയും കുറിച്ചിട്ട്, ഐ മീൻ ഇത്രയും അപലപിച്ച രീതിയിൽ, ഐ മീൻ ഒരുമാതിരി കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്നാണ് അവൻ ചോദിച്ചത്. ആരാണ് ആള്? അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ആളെ ലൈനിലെടുത്തോളി. നാട്ടിലാണോ അവിടെയാണോ? എങ്ങനെ? നാട്ടിലാണോ പുള്ളി അവിടെയാണോ? നിങ്ങളിപ്പോ എവിടുന്ന വിളിക്കണേ? അല്ല, നാട്ടിലാണ്. ഞാൻ ഇപ്പൊ ദുബായിലാണ് വിളിക്കുന്നത്. പുള്ളിയുടെ നമ്പർ തന്നാൽ ഞാൻ പുള്ളിയെ ലൈനിലെടുക്കാം. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അല്ല, പുള്ളിയുടെ നമ്പർ തന്നാൽ നമുക്ക് പുള്ളിയെ ലൈനിലെടുക്കാം. പുള്ളി പറഞ്ഞൊരു കാര്യത്തെ പുള്ളിക്കും കൂടി പുള്ളിയുടെ സംശയം കൂടി തീരണ്ടേ? അല്ല, പുള്ളിയുടെ സംശയം കൂടി തീരണ്ടേ? എന്റെ സംശയം തീർക്കാൻ വേണ്ടി, ഒരു മിനിറ്റ്, ഞാൻ എന്റെ സംശയം തീർക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പുള്ളി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണാൻ തുടങ്ങിയത്, അങ്ങനെയാണോ? ഓക്കെ റൈറ്റ്. ഞാൻ പുള്ളി അങ്ങനെ പറഞ്ഞോണ്ട് അല്ല, നിങ്ങൾ എനിക്ക് ആദ്യം അറിയില്ല. പുള്ളി അങ്ങനെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായി. പുള്ളി എന്റെ സംശയം എന്ന് വെച്ചാല്, എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ കേട്ടു ഞാൻ പറഞ്ഞത്? ഒരു മിനിറ്റ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഞാൻ വിഷയങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഇല്ല, തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അല്ലല്ല, ഞാൻ പറയുന്ന തെളിവുകൾ ശരിയാണോ? ഇസ്ലാമിൽ ഉള്ളത് തന്നെയാണോ ഉണ്ട് എന്ന് പറയണത്? ഇല്ലാത്തത് ഞാൻ ഉണ്ടെന്ന് പറയണ്ടോ? നോണ പറയണ്ടോ? ഇല്ല, ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളെ കാഴ്ചപ്പാട്, നിങ്ങൾ കണ്ട ഇസ്ലാമിനെ നിങ്ങൾ വിചാരിച്ച രീതി തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് പറഞ്ഞുതരൂ. അത് ഏത് വിഷയത്തിലാണ്? ബ്രോ കുറച്ച് പിന്നെ ഹലോ, അത് ഏത് വിഷയത്തിലാണ് അങ്ങനെ തോന്നിയത് നിങ്ങൾക്ക്? ഇസ്ലാമിനെ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തീരുമല്ലോ. ഈ ഖുർആനും പിന്നെ ഖുർആൻ തർജ്ജമ ചെയ്ത ആൾക്കാരും
ഈ ഖുർആന് തർജ്ജമ ചെയ്ത ആൾക്കാരും പിന്നെ ഈ ഖുർആന് ഈ തർജ്ജമ വായിക്കുന്ന ആൾക്കാരും മനസ്സിലാക്കുന്നത് രണ്ട് തരത്തിലാണെന്ന്. പക്ഷെ അതിനെ കുറിച്ചിട്ട് വാദിക്കാനല്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ ആക്ച്വലി വിളിച്ചത്. അല്ല, അതല്ലേ നമ്മൾ സംസാരിക്കേണ്ട വിഷയം. ഞാനിതൊക്കെ പറയുന്നത് നമ്മളെ പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തിലാണ്. നമുക്ക് വേണമെങ്കിൽ പിന്നെ സംസാരിക്കാം. പക്ഷെ ഞാൻ ഇപ്പൊ വിളിച്ചൊന്ന് ക്ലിയർ ആയിട്ടാണ്. നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ലേ ഈ ഒരു കാര്യങ്ങളിൽ ചെയ്യുന്നത്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് അല്ലേ? അപ്പൊ അതുമൂലം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? റവന്യൂ ഉദ്ദേശിച്ചാണ് ഒരു മിനിറ്റ് അവസാനം നിങ്ങൾക്ക് ഞാൻ ടൈം തരാൻ പറയാൻ. ശരി, എന്റെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ എനിക്ക് സമയമൊക്കെ തരുമോ? ശരി. അല്ല, മീൻസ് സംഭാഷണം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മീൻസ് ആദ്യം എനിക്ക് അറിയാൻ വേണ്ടിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത്, വിമർശനം എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ആരിഫ് ഹുസൈനൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, നിങ്ങളൊരു കാര്യം ഇങ്ങനെ കഥ പറഞ്ഞ പോലെ നിങ്ങൾ കാര്യം പറയും. ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഞാൻ ഒന്ന് പറയാം. ഇസ്ലാമിനെ വിമർശിക്കുന്നതും പിന്നെ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കല്ലേ പറയേ. ഇസ്ലാമിനെ വിമർശിക്കുന്നതും ഈ ഒരു രീതിയിൽ ഈ ഒരു കോളിംഗ് ഓപ്ഷനിൽ ചെയ്യുന്നത് റവന്യൂ ഉദ്ദേശിച്ചുകൊണ്ടാണോ, അല്ല ഇസ്ലാമിൽ ഇപ്പൊ ഉള്ള ആൾക്കാര് സത്യം മനസ്സിലാക്കി പുറത്തു വരണു എന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ? പറയട്ടെ. ഓക്കെ, പറഞ്ഞു. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് ഉണ്ടാവും, അതിന്റെ ഒരു റീസൺ ഉണ്ടാവും. നമ്മളിപ്പോ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിച്ച് തുടങ്ങാൻ ഒരു കാരണം ഉണ്ടാവും. എന്റെ ആ വിമർശനത്തിന്റെ കാരണം വളരെ കൃത്യമായിട്ട് ഞാൻ എന്റെ വലിയ ദീൻ എന്ന് പറയുന്ന ഒരു പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വിമർശിക്കുന്നു, പറയട്ടെ, എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നും എത്ര കാലം വരെ വിമർശിക്കും, എന്താണ് നമ്മളെ ഉദ്ദേശം, ഇതുകൊണ്ടൊക്കെ ഒരു സാമൂഹ്യ ലക്ഷ്യം എന്നൊരു സാധനം ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഇത് റവന്യൂവിന് വേണ്ടി ചെയ്യുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. റവന്യൂവിന് വേണ്ടി ചെയ്യുന്നതല്ല. ഇത് ചെയ്യുമ്പോ നമുക്കിപ്പോ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് റവന്യൂ കിട്ടും. ഓക്കെ, റവന്യൂവിന് വേണ്ടി ചെയ്യുന്നതല്ല. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്താ അതിന്റെ കാര്യം? ഞാൻ എന്റെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് മേടിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം. അപ്പൊ അതിന് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ നാട്ടിലുള്ള ഈ ഇസ്ലാം മതം വിശ്വസിച്ച് ജീവിക്കുന്ന ഉസ്താദുമാരും അതിന്റെ പ്രബോധകരില്ലേ, അതായത് ഇതര മതക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ദഅ്വ സംഘങ്ങൾ, ദഅ്വത്ത് നടത്തുന്ന കോളേജുകള്, ദഅ്വത്ത് നടത്തുന്ന സ്ഥാപനങ്ങള്, എല്ലാവർക്കും ഉണ്ട്. എല്ലാ മതങ്ങൾക്കും ദഅ്വ സ്ഥാപനങ്ങളും ദഅ്വ സംരംഭങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ഉണ്ട്, MM അക്ബർ ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ സുന്നിയിലാണെങ്കിൽ ഏതൊരു ഫൈസി തൃശ്ശൂർ ദഅ്വ കോളേജ് നടത്തുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതെ, അത് തന്നെയാണ് ദഅ്വത്ത് പറഞ്ഞാല്. വരൂല. അത് എങ്ങനെയാണ് പ്രബോധനം നടത്തേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന കോളേജാണ്. അതായത് പരിവർത്തനം ചെയ്യാൻ വേണ്ടി ആളുകളെ കൺവേർഷന് വേണ്ടി പറഞ്ഞുതരാം. കൺവേർഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിക്കുക നമ്മളെ കുട്ടികളെയും ഉദ്യോഗസ്ഥരും. ഞാൻ പറഞ്ഞു വന്നത്, മതസംഘടനകളും ഉസ്താദുമാരൊക്കെ ഈ മതപ്രഭാഷണങ്ങൾ നടത്തുന്നതും വയല് പരിപാടികൾ നടത്തുന്നതും ഈ സ്വലാത്ത് മജ്ലിസ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഓൺലൈനിൽ സ്ട്രീം ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിട്ടാ? അത് മുസ്ലിംസിന് കാണാൻ വേണ്ടിട്ടാണ്, അല്ലാണ്ട് അന്യമതസ്ഥരെ ആകർഷിക്കാൻ വേണ്ടിട്ടെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. അല്ല, അവര് അത് ചെയ്യുന്നതിന്റെ ഇന്റൻഷൻ പൈസ കിട്ടാനോ റവന്യൂ കിട്ടാനോ? എക്സാക്ട്ലി റവന്യൂ ആയിരിക്കും. റവന്യൂ ആയിരിക്കും. കാരണം എക്സാക്ട്ലി 100% റവന്യൂ. ശരി. എന്തായാലും ഞാൻ റവന്യൂ എന്നുള്ളത് എന്റെ പ്രൈമറി ഇന്റൻഷൻ അല്ല. എന്റെ ഇന്റൻഷൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മതം പുറത്തോട്ടൊന്ന് പറയുകയും പറഞ്ഞുതരാം. ശരി, എന്റെ പ്രൈമറി ഇന്റൻഷൻ റവന്യൂ ആണെങ്കിൽ ഞാൻ ഈ രീതിയിലല്ല ഈ വിമർശനങ്ങളൊക്കെ നടത്തുക. ആയിക്കോട്ടെ. അപ്പൊ അതൊന്ന്. രണ്ടാമത്തത്, ഈ വിമർശനത്തിന്റെ കാരണം എന്താന്ന് കൂടി പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചതും നമ്മളെ വിശ്വസിച്ചു പോകുന്നതും കിതാബിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ യാഥാർത്ഥ്യം തമ്മിൽ അജഗജാന്തരമുണ്ട്. ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പൗരോഹിത്യ വേഷം കെട്ടിയിട്ടുള്ള ആളുകൾ ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടും അല്ലാതെ ഈ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചൊക്കെ ഈ വിശ്വാസം, ഈ തെറ്റായ വിശ്വാസം ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവര് എല്ലാ അർത്ഥത്തിലും ചൂഷണം ചെയ്യുന്നുണ്ട്. നിങ്ങളെ പറഞ്ഞത് ഇപ്പൊ ഈ മൂല്യന്മാരൊക്കെ ഈ പരിപാടി നടത്തുന്നത് ഇന്റൻഷൻ പൈസയാണെന്നാണ്.
ഓക്കെ ഓക്കെ, ആ പൈസ അവർക്ക് എവിടുന്ന കിട്ടുന്നത്? സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്നാണ്. ഏതുപോലെ? അല്ല, ഏത് യൂട്യൂബിൽ നിന്നോ? യൂട്യൂബിന്റെ പൈസ ഒന്നുമല്ല. യൂട്യൂബിന്റെ പൈസ കിട്ടാനാണെങ്കിൽ എന്തൊക്കെ ഏർപ്പാടുകൾ അവർ ചെയ്യുന്നത്? നിങ്ങൾ സ്ഥലത്ത് നഗറുന്ന പരിപാടി കേട്ടിട്ടില്ലേ? സാധാരണ ആൾക്കാരുടെ പൈസ, സാധാരണക്കാരന്റെ പൈസയാണ്. സാധാരണക്കാരന്റെ പൈസ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന പുരോഹിത വർഗം ഒരു ഭാഗത്തുണ്ട്. ഈ വിശ്വാസം പറഞ്ഞ് വർഗീയ എല്ലാത്തിലുണ്ട്. അതും പുറമെ ഇതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ വേറെ ഉണ്ട്. അതായത് ഈ മതത്തിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വിദേശ ഫണ്ട് വരെ സ്വീകരിച്ചുകൊണ്ട്, സഹായം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവ സംഘങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇസ്ലാമിലേക്ക് ആളുകളെ ആകർഷിക്കാനും ആളുകളെ കബളിപ്പിച്ച് ഇസ്ലാം സ്വീകരിപ്പിക്കാനും വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ കേരളത്തിൽ എമ്പാടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഈ 2 ആഴ്ചക്കുള്ളിൽ 2 or 3 പേരോട് ഞാൻ ഇതിൽ കെണിയിൽപ്പെട്ട് രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള സ്ത്രീകളോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, പാലക്കാട് ജില്ലയിൽ നിന്ന് ഞാൻ 2 പേരോട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിട്ടുണ്ട്. അന്യമതസ്ഥര്, ഹിന്ദുക്കൾ. ഓക്കെ, അത് ഞാൻ കൂടുതൽ കടത്തി പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് അതിൽ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ആ അർത്ഥത്തിൽ എല്ലാം പറയാം. അതായത് ആ അർത്ഥത്തില് മനുഷ്യരെ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ, ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്ന കുട്ടികളെ, സഹപാഠികളെ, കൂടെ ഒരു മുറിയിൽ താമസിക്കുന്നവരെ, കൂടി ജോലി ചെയ്യുന്നവരെയൊക്കെ ഇസ്ലാമിന്റെ പോരിശ പറഞ്ഞ് മതപരിവർത്തനം നടത്താൻ വേണ്ടി പരിശ്രമം നടത്തുന്ന, അതിനുവേണ്ടി ആളുകളെ പരിശീലിപ്പിക്കുന്ന, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ അറിയില്ല. അതിന്റെ അവിടെ ഇവിടെയൊക്കെ ഓരോരോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണനൊക്കെ ഇവിടെ പാറി നടക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഇസ്ലാം സ്വീകരിച്ചിട്ടാ. അതെ. എന്നിട്ട് ഇപ്പൊ അയാള് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇതൊരു പകർച്ചവ്യാധി പോലെ അതങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ഭാഗത്തുണ്ട്. ഇതൊക്കെ അവരവരുടെ വിശ്വാസ സ്വാതന്ത്ര്യമായിട്ടും അതല്ലെങ്കിൽ അവരുടെ ഈ ഭരണഘടന അവർക്ക് നൽകുന്ന ഒരു അവകാശമായിട്ടും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതേ സമയത്ത് ഇസ്ലാം എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യന്റെ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം ആൾക്കാരെയൊക്കെ. വേറെ ഒരാൾ ഇസ്ലാമിനകത്തേട്ട് വരുമ്പോ ഒരു കുഴപ്പമില്ല. അതിപ്പം ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിം ചെറുക്കനെ സ്നേഹിച്ചാലും, മുസ്ലിം പിന്നെ എന്താ പറയാ പിന്നെ മുസ്ലിം പെൺകുട്ടി ഹിന്ദു പയ്യനെ പ്രേമിച്ചാലും, ഒരു മുസ്ലിം ചെറുക്കൻ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടീനെ സ്നേഹിച്ചാലും കൺവേർഷൻ ഒറ്റ ഡയറക്ഷനിലാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. അത് ഇസ്ലാമിലേക്കാണ്. അപ്പൊ ഇത് ഒരു അവകാശമായിട്ട് പിന്നെ ഇസ്ലാമിസ്റ്റുകൾ എന്നറിയപ്പെടുന്നവർ അവരങ്ങനെ വിചാരിച്ചു പോരുന്നു. അതേ സമയത്ത് ഏതെങ്കിലും ഒരാള് ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയാല് അവനെ പിന്നെ ജീവിക്കാൻ വിടൂല എന്നുള്ളൊരു നിലപാടെടുക്കുന്നു. ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ ജീവിക്കാൻ വിടൂല. അതായത് സമൂഹമല്ല, കുടുംബം, സമൂഹം, അങ്ങനെ മതസംഘടനകൾ, ഇങ്ങനെ എല്ലാവരും ചേർന്ന് മഹല്ല് തുടങ്ങി പല പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ ഇതിലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളത് ഒരാള് എന്ന നിലക്ക് ഇസ്ലാമിന്റെ മതപരമായ വിശ്വാസപരമായ അവകാശവാദങ്ങൾ, അതെ, ആ കാരണം കൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ വിശ്വാസം ശരിയാണെന്ന് വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അതേ സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവുകോല് വെച്ച് മറ്റുള്ള മനുഷ്യരെ മുഴുവൻ അളക്കുകയും അവർക്ക് മുഴുവൻ പേര് വിളിക്കുകയും അവരെ മുഴുവൻ ആക്ഷേപിക്കുകയും ചെയ്യുക. എന്ത് പേര്? നിങ്ങൾ പറയട്ടെ, നിങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കല്ലേ. ഓക്കെ, അങ്ങനെ ആക്ഷേപിക്കുക, അവനെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണം എന്ന സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടാക്കുക. മുർത്തദ് എന്ന പേര് കേട്ടില്ല നിങ്ങള്? ഇല്ലേ? മുർത്തദ് മീൻസ് അതൊരു അറബി വാക്കല്ലേ? എന്നെ മുർത്തദ് എന്നൊരു ഒരാളെ വിളിക്കുന്ന പേരാണ്. അല്ല, പിന്നെ മുൽഹിദ് എന്നാണ് നിരീശ്വരവാദിക്ക് പറയുന്നത്. മുർത്തദ് നിരീശ്വരവാദി എന്നാണ് എന്റെ ഒരു വിശ്വാസം. മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിട്ടു പോകുന്ന ആള്, അതെന്തും ആവാം. അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളാണ് നിരീശ്വരവാദി. ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ആള്. അള്ളാഹു പറഞ്ഞ ദൈവല്ലേ? അല്ലെ? അങ്ങനെ തന്നെ. ഇസ്ലാമിനെ അംഗീകരിക്കുന്നവനായിരിക്കുമല്ലോ അള്ളാഹുവിനെ അംഗീകരിക്കും. ഇപ്പൊ ബ്രഹ്മാവിനെ അംഗീകരിച്ചാലോ മതിയോ?
അല്ല വിച്ച് മീൻസ് ഞാൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു. മീൻസ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ അള്ളാഹുവിനെ തന്നെ മുസ്ലിമിനെ ഉപേക്ഷിക്കുന്ന ആൾ, അയാൾ ദൈവവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലൊക്കെ. അപ്പൊ ഈ ഇരട്ടത്താപ്പ് ഒരു ഭാഗത്തുണ്ട്. അതൊരു സാമൂഹ്യ വിഷയമാണ്, അത് കൃത്യമായിട്ട് പറയണം. നിരവധിയായിട്ടുള്ള ആളുകൾ ഇസ്ലാമിന്റെ ഈ ഒരു എന്താ പറയാ ഒരു സമാന്തര ഭരണം എന്നൊക്കെ നമ്മളെ മുസ്ലിം ലീഗിന്റെ നേതാവ് പണ്ട് പറഞ്ഞ മഹല്ല്, ഉലമ, ഉമറ സംഘം, കുടുംബം, സമുദായം തുടങ്ങിയിട്ടുള്ള ഈ ഒരു എന്താ പറയാ ഊരുവലക്ക്, ഭീഷണി, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. അപ്പൊ അതൊരു ഇരട്ടത്താപ്പാണ്. അത് സമൂഹത്തോട് തുറന്നു പറയേണ്ട ബാധ്യത എനിക്കുണ്ട്, ഞാൻ പറയുന്നുണ്ട്. അതാണ് ഒരു ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം, ഈ വിശ്വാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ഈ ചൂഷണത്തിന് ഇരയാക്കുന്നത്. അപ്പൊ ഈ വിശ്വാസം തന്നെ അബദ്ധമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഇസ്ലാം പറയുന്ന അവകാശവാദം ഇത് ദൈവത്തിൽ നിന്നുള്ള എന്തോ ഒരു മതമാണ്, മറ്റു മതങ്ങളൊക്കെ മനുഷ്യ സൃഷ്ടികളാണ്, മറ്റു മതങ്ങളെല്ലാം മനുഷ്യന്മാരുണ്ടാക്കിയതും ഇസ്ലാം മാത്രം ദൈവത്തിൽ നിന്നുള്ളതുമാണ് എന്നൊരു വിശ്വാസമുണ്ട്. അതിവിടെ പ്രചരിപ്പിക്കുന്നു. ഇസ്ലാം എനിക്കൊക്കെ ഉണ്ടായിരുന്നു, അതെ, നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് അങ്ങനെ പഠിപ്പിച്ചതാണ് ചെറിയ പ്രായം തൊട്ട്. അത് പൂർണ്ണമായും തെറ്റാണെന്ന് എനിക്കിപ്പോ ബോധ്യമുണ്ട്. ആ ബോധ്യം എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മറ്റു മതങ്ങൾ ദൈവത്താൽ? എല്ലാ മതങ്ങളും മനുഷ്യരുണ്ടാക്കിയതാണ്. ഇസ്ലാമിന് പ്രത്യേകമായിട്ട് കൊമ്പൊന്നുമില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം അവകാശവാദങ്ങളായിട്ട് വരുന്നവരുമായിട്ട് എൻഗേജ് ചെയ്യേണ്ടി വരും. അവരത് അങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. പിന്നെ അപ്പൊ അതിനുള്ള തെളിവുകൾ നിരത്തേണ്ടി വരും. ഇത് ആ കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന മനുഷ്യരുടെ ഒരു ഗോത്രകാലത്ത് ജീവിച്ച മനുഷ്യന്റെ നേതാവിന്റെ നിയമങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്, അതിന് തെളിവുണ്ട്. അപ്പൊ അത് തെളിവ് നിരത്തി പറയേണ്ടി വരും. അപ്പൊ അതിനെ ന്യായീകരിച്ചുകൊണ്ടും അതിന് മറുപടിയായിട്ടും എങ്ങനെ തീർച്ചയായിട്ടും മുഹമ്മദ് നബിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങളാണ്. അല്ലാതെ ഈ മതത്തിന് നല്ല ഒരു മതത്തിനകത്തും ദൈവം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു ശക്തിയുടെ ഒരു ഇടപെടലില്ല. അപ്പൊ അത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, അത് ഞാൻ എനിക്ക് പറയാലോ. തീർച്ചയായും. ഇനി എന്താ ചോദ്യം? അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞതിന് ഞാൻ സംസാരിക്കട്ടെ. ആദ്യം നിങ്ങൾ പറഞ്ഞു എന്താ ഇസ്ലാമിൽ ഇപ്പൊ കൺവേർഷൻ ഒരുപാട് നടക്കുന്നുണ്ട്. ഐ മീൻ അന്യമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഒന്ന് ക്ലോസ് ചെയ്തോളി. അതായത് ഞാൻ എന്തുകൊണ്ടാണ് മതവിമർശനം നടത്തുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തീർച്ചയായും, എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ എനിക്ക് മതവിമർശനം നടത്താനുള്ള അവകാശം ഉണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും ഉണ്ട്. മതവിമർശനം നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ദുനിയാവിൽ ആരൊക്കെ ഉണ്ട് അവർക്ക് ഏതിനെ കുറിച്ച് വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും ആ അവകാശം. പക്ഷെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നോട് ചേർത്ത് വായിക്കണം. ഇസ്ലാം എന്ന് പറയുന്ന മതം പോലും മകനെ വിമർശിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് അത് നമ്മൾ ജനാധിപത്യത്തിന്റെ ഒരു രീതിയാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ ഇസ്ലാമിക നിയമത്തിൽ അതില്ലാണ്ട് ഉപ്പയെ പോലും മകനെ വിമർശിക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് അല്ല, അതാ ഞാൻ പറയുന്നത്. ആ കാര്യം പറയുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടത് എല്ലാ കാലത്തേക്കുള്ള ഏറ്റവും ഉത്തമമായ നിയമം എന്ന് പറയുന്ന ഈ മതത്തിൽ, ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു അവകാശം ഇല്ലാന്ന് അതിനോട് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. പറഞ്ഞോളൂ. ഓക്കെ. അല്ല, നിങ്ങളിപ്പോ പറഞ്ഞല്ലേ വിമർശനം എന്ന് പറഞ്ഞ, അപ്പൊ അതിനൊരു മറുപടി പറഞ്ഞിട്ട് ഞാൻ ബാക്കി തുടരാം. ഈ വിമർശനം ഞാൻ പറഞ്ഞതുപോലെ സ്വന്തം ഉപ്പാനെ മകനും വിമർശിക്കാം, സ്വന്തം ഉമ്മാനെ വരെ മകന് വിമർശിക്കാം. ആരും വിമർശനാതീതരൊന്നുമല്ല ഈ ലോകത്ത്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം ചോദിച്ചത് വിമർശനത്തിനെ പറ്റിയല്ല. നിങ്ങളൊരു കളിയാക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിനെ പറ്റി. നമുക്കൊരാളെ കോമാളിയാക്കാൻ കഴിയില്ല, അയാൾക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. ഒരാൾ സ്വയം വിചാരിക്കുമ്പോൾ അയാൾ കോമാളി ആക്കാൻ പറ്റൂല എന്നല്ലേ? മറ്റുള്ളവരെ നമുക്ക് കോമാളിയാക്കാൻ പറ്റില്ല. ഒരാൾ സ്വയം തീരുമാനിച്ചാൽ അയാൾക്ക് കോമാളിയാവാം. റൈറ്റ്. അപ്പോ താങ്കൾ പറയുന്നുണ്ട് ഈ ഒരുപാട് കൺവേർഷൻ നടക്കുന്നുണ്ട്. മീൻസ് ഇസ്ലാമിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നടക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നാ പറഞ്ഞു. ഓക്കെ, ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങൾ ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് ഇസ്ലാമാക്കാൻ പാടില്ല എന്നാണ്. ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ അതാണ്. ഒരാളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇസ്ലാമാക്കാൻ, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ആയ ആൾക്കൊന്നും സംഭവിക്കുന്നില്ല, കൺവേർട്ട് ചെയ്യിപ്പിച്ച ആൾക്കൊന്നും സംഭവിക്കുന്നില്ല. രണ്ടാമതായിട്ട് കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ടുള്ള കൺവേർഷൻ നടക്കുന്നുണ്ട് എന്ന് കേരളത്തിൽ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല. ഇല്ല, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടെ എല്ലാവരും കൂടി ഇസ്ലാമിലേക്ക് ഒഴുകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സുഹൃത്തെ.
ഓക്കെ റൈറ്റ് ഓക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിമർശനാതീതമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ തുമ്പ് കിട്ടിയാൽ മതി. മനസ്സിലായി? ഇപ്പൊ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എന്നെ ഓന് ഇസ്ലാമിനെ കുറിച്ചോ ഇന്നലെ അങ്ങനെ പറഞ്ഞു ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ പറയാം, ഒരാളുടെ അടുത്ത് പറയാം. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നെ ഇന്നലെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടേലും ഓൻ ഇസ്ലാം സ്വീകരിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ? മനസ്സിലായില്ല. ഇന്നലെ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് എന്നോന് ഇസ്ലാം നിർബന്ധപൂർവ്വം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? എന്നെ വിളിച്ചിട്ടില്ല. ഇല്ല, വിളിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ അത്തരം ഭീഷണികൾ ഖുറാനിലുണ്ടായിട്ടുണ്ട്. ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു മിനിറ്റ്, ഏത് രീതിയിൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരാളെ ഇസ്ലാം സ്വീകരിക്കുന്ന ടൈമിൽ അയാൾ ഏത് രീതിയിൽ കൺവിൻസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ പോരിശ പറയാം അല്ല, ഇസ്ലാമിന്റെ ഇത് ഞാൻ പറയട്ടെ, ഒരു പോയിന്റ് പറയട്ടെ. അതായത് ഇവിടെ ഒരു പോയിന്റ് പറയട്ടെ, നിങ്ങളൊരു മിസ്ലീഡ് ചെയ്ത് പോവാണ്. അതായത് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളെ പോയിന്റിലേക്ക് എത്താം. അല്ലല്ല, നിങ്ങൾ പോയിന്റ് വേറെ എവിടെ കൺവേർട്ട് ചെയ്ത് അല്ല ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. പറഞ്ഞുതരാം, അത് എവിടെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് കൺവേർഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഇസ്ലാം പ്രബോധനം നടത്താൻ ഇവിടെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇസ്ലാം പ്രബോധനം ഇവിടെ നടക്കുന്നുണ്ട്. പ്രബോധനത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്, നിങ്ങൾക്ക് അത് വിനിയോഗിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത്. അതെ, ആണ്. അതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇസ്ലാം കൺവേർഷൻ ചെയ്യാനുള്ള നിങ്ങൾക്ക് അവകാശമുള്ളത്, പിന്നെ പ്രബോധിപ്പിക്കാനുള്ള അവകാശമുള്ളത് പോലെ തന്നെ അതിനെ വിമർശിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറയാനാ പറഞ്ഞത്. അതല്ലാതെ ഇവിടെ പ്രബോധനം നടക്കുന്നോണ്ടാണ് ഞാൻ ഇസ്ലാം അല്ല ഇവിടെ പ്രബോധനം നടക്കുന്നോണ്ടാണ് ഞാൻ ഇസ്ലാം വിമർശനം നടത്തുന്നത് എന്ന് പറയാനല്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇസ്ലാമില് ഇപ്പൊ അതെന്റെ പ്രശ്നമല്ല സുഹൃത്തെ. ആളുകള് ഇവിടെ പ്രബോധനം നടത്തുന്നതോ ആ ഒരു രീതിയിൽ ആൾക്കാരങ്ങനെ പറയുന്ന എന്നെ ഇന്നലെ നിർബന്ധപൂർവ്വം ഇസ്ലാം സ്വീകരിപ്പിച്ചെന്ന് ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടില്ല? പറഞ്ഞു. അങ്ങനെ പറഞ്ഞ 2-3 പേരുടെ അനുഭവം എനിക്കുണ്ട്. നിർബന്ധപൂർവ്വം അതായത് പ്രണയം കല്യാണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നിർബന്ധപൂർവ്വം ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ റൈറ്റ്. അപ്പോ ഈ പ്രണയത്തിന്റെ ബേസിൽ, അതായത് അവൻ എന്നെ നിർബന്ധിച്ചു അല്ലെ, അതായത് താങ്കളുടെ മേ ബി ഒരു 90% ഒരു സ്ത്രീ ആയിരിക്കും താങ്കളുടെ വന്ന് പറഞ്ഞത് എങ്ങനെ അല്ലെ? ഒരു സ്ത്രീ ആയിരിക്കും അത് പറഞ്ഞത്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച പുരുഷന്മാരെ എനിക്കറിയാം. ഓക്കെ, പുരുഷന്മാരുണ്ട്. നിർബന്ധിത സാഹചര്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച നിർബന്ധപൂർവ്വം. അതെ, അതായത് പ്രണയത്തെ വെച്ച് വില പേശിയിട്ട്, അതായത് ഒരാൾക്ക് ഒരാളോടുള്ള സ്നേഹത്തെ വെച്ച് വില പേശി ആ സ്നേഹബന്ധം നിലനിർത്തണമെങ്കിൽ, വിവാഹത്തിലേക്ക് കടക്കണമെങ്കിൽ, ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ മതം മാറിയേ പറ്റൂ എന്ന നിർബന്ധാവസ്ഥയിൽ മതം മാറിയ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്ലാരിഫിക്കേഷൻ തരാം. ഈ ഒരു കുടുംബമോ അല്ല ഒരു വ്യക്തിയോ അല്ല ഇസ്ലാം എന്തെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു വ്യക്തികളെ, ഇപ്പൊ താങ്കളുടെ ഇപ്പൊ എന്റെ ഒരു കുടുംബത്തില് എന്റെ ഒരു കസിൻ സിസ്റ്റർ ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ, അപ്പൊ അവർക്ക് കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ അവർ പറയുന്നുണ്ട് താങ്കൾ ഹിന്ദു മതം നിർബന്ധമായിട്ട് സ്വീകരിച്ചേ പറ്റൂന്ന് പറയുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എല്ലാ ഹിന്ദുക്കളാണ് ഒരു നിർബന്ധപൂർവ്വം എല്ലാരും ഇപ്പൊ നിങ്ങൾ തെറ്റായ വഴിയിലൂടെ പോകാൻ നിങ്ങൾ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. ഞാൻ നിങ്ങളോട് ഒരു മിനിറ്റ് ഞാൻ നിങ്ങളോട് ഇസ്ലാം മത വിമർശനം നടത്താനുള്ള എന്റെ അവകാശത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്തത്. ഒരു മിനിറ്റ്, നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് ഇസ്ലാം വിമർശനം നടത്തുന്നു എന്നാണ്. ഈ 2 കാരണങ്ങളോട് ഇവിടെ ഇസ്ലാമിലേക്ക് ആളുകൾക്ക് പ്രബോധനം നടത്താൻ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇസ്ലാം വിമർശനം നടത്തുന്നത്, ഇസ്ലാം ഉപേക്ഷിച്ചതും ഇസ്ലാം വിമർശനം നടത്തുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറയാത്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ഊന്നാണ്. ഇസ്ലാമിന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ, എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇസ്ലാം എന്ന് പറയുന്നത്, എന്റെ പോയിന്റ് ഇതാണ്, ഇസ്ലാം എന്ന് പറയുന്നത് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതും ഇസ്ലാമിന്റെ യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ഒരു മനുഷ്യന് ആധുനിക കാലത്ത് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ പകർത്താവുന്ന തരത്തിലുള്ള മൂല്യങ്ങളല്ല ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ നമ്മൾ ആർജിച്ചിട്ടുള്ള അതെ അതാണ് പറഞ്ഞത്. അപ്പൊ അത് നിങ്ങൾ എനിക്ക് വിമർശിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രബോധനവും മൂല്യമാര് വയലു വരണമൊക്കെ നിങ്ങളോട് പറഞ്ഞത്. വിമർശിക്കാനുള്ള അവകാശം ഉണ്ടോന്ന് ഞാൻ ആദ്യം നിങ്ങളടുത്ത് പറഞ്ഞല്ല. ഇല്ല, നിങ്ങൾ എന്റെ ഇന്റൻഷനാ ചോദിച്ചത്. അല്ല, ഇന്റൻഷനാണ് ചോദിച്ചത്. ആ ഇന്റൻഷൻ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാ പറഞ്ഞത്.
ഇനി കൺവേർഷന്റെ കേസിൽ പറയാം. കൺവേർഷൻ എന്ന് പറയുന്നത് ഈ കൺവേർഷൻ ചെയ്യപ്പെടുന്ന മതം, കൺവേർഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രം, അതിനുപയോഗിക്കുന്ന ടൂള്, ഇതെല്ലാം കളവുകളാണ്. ബ്രോ, ഈ കൺവേർഷൻ മീൻസ് കളവുകൾ മീൻസ് ഇസ്ലാമിന്റെ പോരിശ പറയുന്നതല്ല. അല്ല, പക്ഷെ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാനല്ല വിളിച്ചത്. ഈ കൺവേർഷൻ ഇസ്ലാമിന്റെ പോരിശ പറഞ്ഞിട്ടാണ് അവർ കൺവേർഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. കൺവേർട്ട് ചെയ്തിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിന്റെ പോരിശ പറഞ്ഞ് കൺവേർട്ട് ചെയ്യുമ്പോൾ, കാരണം അതായത് നോക്കൂ, ഇത് ഇങ്ങനെ കോംപ്ലിക്കേഷൻ ആക്കണ്ട. നിങ്ങൾ യഥാർത്ഥ വിഷയത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. അതായത് ഇസ്ലാമിന്റെ പോരിശ പറഞ്ഞ് പറയട്ടെ. ഇസ്ലാമിന്റെ പോരിശ പറഞ്ഞ് ഇവിടെ കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുകയും ആളുകളെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് സ്വീകരിപ്പിക്കാൻ വേണ്ടി പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന കലാപരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇസ്ലാമിന്റെ ശരിയായ വശം എന്താണ് എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ ഈ കൺവേർഷൻ എന്ന് പറഞ്ഞിടത്ത് ഇങ്ങനെ കിടന്ന് കളിക്കണ്ട. നമുക്ക് ഇസ്ലാം നമുക്ക് പോവാ, ഇസ്ലാമിന്റെ പോരിശ നമുക്ക് പോവാം. അല്ല, ഞാനല്ല, നിങ്ങളാണ് കിടന്ന് കളിക്കുന്നത്. കുറച്ചേരായി, അതുകൊണ്ട് ഞാൻ പിന്നെ അത് പറയുന്നത്. അതന്നെ. അപ്പൊ എന്നെ ചോദിക്കാനുള്ള സമയം തരുന്നില്ല നിങ്ങൾ. എന്റെ ചോദ്യം നിങ്ങൾ വീണ്ടും കൺവേർഷൻ നമുക്ക് പോകും. ഇല്ല, കൺവേർഷൻ മീൻസ് നിങ്ങൾ അത് പറഞ്ഞു നിർത്തിയല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. എന്റെ പോയിന്റ് ഇസ്ലാമിനെ ഞാൻ വിമർശിക്കുന്നതിന്റെ കാര്യകാരണം പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കുള്ള അവകാശമാണ്. അതിന്റെ പ്രത്യേക സാഹചര്യങ്ങളോട് നിങ്ങൾ പറഞ്ഞു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത് ഇസ്ലാമിന്റെ പോരിശ എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. ഇസ്ലാം മാനവികതയുടെ ദർശനമാണെന്നാ പറയാ. പക്ഷെ ഇസ്ലാം മാനവിക ദർശനമല്ല. ഇസ്ലാം കേവലമായ ഗോത്രീയതയാണ്. ആയിക്കോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മനസ്സിലായോ? ഇങ്ങനെ ഇസ്ലാമിക നിയമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിലെ സഹിഷ്ണുത എന്ന് പറഞ്ഞ സാധനം തൊട്ടു തീണ്ടിയിട്ടില്ല. ഈ വിമർശന സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിക്കുന്നേ ഇല്ല. മതസ്വാതന്ത്ര്യം, ഒരാളുടെ വിശ്വാസ സ്വാതന്ത്ര്യം, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിന്റെ കാതലായ പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്ക് പറയാന്. അതുകൊണ്ടാണ് ഞാൻ വിമർശിക്കുന്നത്. അപ്പൊ ഞാൻ ഇനിയൊരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോളൂ. നിങ്ങളുടെ ഒരു വീഡിയോ കാണാനിടയായി എനിക്ക്. അതിൽ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ വൈഫ് അവര് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ലാം മതം വിട്ടത് കൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. ഞാനും കല്യാണം കഴിഞ്ഞിട്ട് മതം വിട്ടത്. അതെ, നിങ്ങളും കല്യാണം കഴിഞ്ഞിട്ടാണോ? അതെ. ചോദ്യം എന്തായിരുന്നു? ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഓക്കെ. അപ്പോ ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട് താങ്കളുടെ അടുത്ത്, അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടാണോ അവർ മതം വിട്ടെന്ന് ചോദിക്കുന്നത്? നിങ്ങളുടെ നിർബന്ധം മുഖേനയാണോ അല്ല അവരായിട്ട് അവരെ സ്വന്തം വിവേകം കൊണ്ട് അവരെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മതം വിട്ടാണോ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ മറുപടി ഉത്തരം എന്തെന്ന് പറഞ്ഞാല് ഇല്ല, അത് അവരുടെ സ്വന്തം വിവേകം ബുദ്ധിയും കൊണ്ട് ചിന്തിച്ച് മതം വിട്ടതാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെ. ഓക്കെ. നമുക്ക് ഒരാളെ മതം പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ഭാര്യക്ക് മാത്രമാണ് ബുദ്ധിയും വിവേകം ഉള്ളത്? അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ചിന്തിച്ച് ഇൻ കേസ് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും മതം വിട്ടാ പോരെ? പക്ഷെ എനിക്ക് പറ്റൂല, ഞാൻ പറഞ്ഞല്ലോ. അത് ശരി. പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ അതേ സിനാരിയോയില് മതവിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഭാര്യയും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് മറ്റു കുടുംബാംഗങ്ങൾ അറിയുന്നതിനെ പോലും ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഭയം കൂടി മാറ്റണം എന്നാണ്? അവരുടെ ഭയത്തിന്റെ കാരണം ഇസ്ലാമിന്റെ ഈ പ്രശ്നമാണ്. അതെ, നിങ്ങളെ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഭയം കൂടി മാറ്റിയെടുക്കണം എന്നാണ്? അല്ല, ഈ സമൂഹത്തിൽ ഈ യാഥാർത്ഥ്യം ഭയം കൂടി മാറ്റിയെടുക്കണം എന്നാണ്. ഭയം നമുക്ക് മാറ്റാൻ കഴിയില്ല. സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. വിശ്വാസികൾ ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. പുറത്തോട്ട് പറയുന്ന അവകാശവാദങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്ന എന്റെ ബോധ്യം. അത് ഞാൻ പറയാണ്. അത് വിശ്വാസമുള്ളവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവും, വിശ്വാസമില്ലാത്തവർക്ക് മാറ്റം ഉണ്ടാവും. അപ്പൊ നിങ്ങളിപ്പോ ആഗ്രഹിക്കുന്നത് ഒരു ഇസ്ലാംലെസ് കേരള അല്ലെങ്കിൽ ഇസ്ലാംലെസ് വേൾഡ് ആണ്? വേറെന്തൊക്കെ വിശേഷം? അല്ല, തീർച്ചയായും ഞാൻ അതാണ് ചോദിക്കുന്നത്. വേറെന്താ വിശേഷം? അതെന്താ, അതിന് മറുപടി ഇല്ലേ? എനിക്ക് എന്താ മറുപടി അറിയാം? നിങ്ങൾ കുറച്ച് ലോഡഡ് ചോദ്യങ്ങളായിട്ട് വരാൻ എന്റെ ഇന്റൻഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇന്റൻഷൻ പറഞ്ഞു, എന്റെ ഉദ്ദേശം പറഞ്ഞു, എന്റെ ലക്ഷ്യം പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇങ്ങനെ തമാശ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാം? ഒരു മിനിറ്റ്. ഇന്നത്തെ തമാശയുടെ കോട്ട കഴിഞ്ഞു, അതുകൊണ്ടാ.
നിങ്ങളീ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വ്യൂവേഴ്സ് മൊത്തം ആരെയും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അന്യമതസ്ഥരായിരിക്കും നിങ്ങൾ കൂടുതൽ വ്യൂവേഴ്സ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അങ്ങനെ ബോധ്യമില്ല. കമന്റ് സെക്ഷൻ നോക്കിയാലും ഞാൻ മനസ്സിലാക്കി തരുന്നത് അതില് ഫേക്ക് ഐഡിയ ആണോ അതാണോ എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുതലും അന്യമതസ്ഥരാണ്. അന്യമതസ്ഥർ വന്നുകൊണ്ടാണ് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ കമന്റ് ഇടുന്നത്. മുസ്ലിംസ് കുറവാണ്, ഉണ്ട് ഇല്ലാന്നല്ല, പക്ഷെ കുറവാണ്. മനസ്സിലായോ? ഞാൻ വിശ്വാസികൾ ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഒരു മിനിറ്റ് എന്നെ കൂടി നിങ്ങൾ പറയാൻ സമ്മതിക്കണം. പറയട്ടെ, എന്നെ കൂടി പറയാൻ സമ്മതിക്കണം നിങ്ങൾ. ഇപ്പോ ഇസ്ലാമില് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഒരാൾ പ്രബോധനം ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ഒരാൾ പ്രബോധനം ചെയ്യുന്നത് ഇസ്ലാമില് അടിമത്വമുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്ത്രീയെ ഒരു അടിമയാക്കി വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വാ എന്ന് പറഞ്ഞ ആരും പ്രബോധനം ചെയ്യുന്നത് എനിക്കറിയില്ല. രണ്ടാമത്, ഇസ്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. മുമ്പത്തെ കാലഘട്ടമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്, അതായത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് നിങ്ങൾ സ്വതക്ക നിർബന്ധമായും ചെയ്യണം. നിങ്ങൾ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഐ മീൻ പാവങ്ങളെ സഹായിക്കണം. അത് എന്തിന്റെ പേരിലാണ്? ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം. രണ്ടാമത്, അത് നല്ല നല്ല കാര്യങ്ങൾ ഇസ്ലാമിൽ ഒരുപാട് നല്ലതായ കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഇപ്പൊ. അപ്പൊ ഇതുമൂലം നിങ്ങളിപ്പോ പറയുന്നില്ല, നിങ്ങൾ ഈ കുറെ വീഡിയോസിൽ ഇസ്ലാമിന് ഒരു വിമർശനമൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് വിമർശിക്കുന്നത് കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ട് ഇപ്പൊ നിങ്ങളുടെ വ്യൂവേഴ്സ് അന്യമതസ്ഥരല്ല. അന്യമതസ്ഥരെ വിചാരിക്കും ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഈ അടിമത്വം അത് ഇത് ഇങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ടോ എന്നൊക്കെ അവരിങ്ങനെ ചിന്തിച്ചു കൂട്ടും. സാധാരണ ജനങ്ങളുള്ള മനസ്സിലായി. ഇപ്പൊ നിങ്ങളെ വീഡിയോസ് കാണുന്നത് അധികം സാധാരണ ജനങ്ങളായിരിക്കും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും വിവേകം ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കൂല കാണുന്നത്. അവർക്കൊന്നും മതത്തിനെ ചിന്തിക്കാനുള്ള ടൈമേ ഉണ്ടാവില്ല. മനസ്സിലായാ? കുറെ സാധാരണ അപ്പൊ അവരിങ്ങനെ കുറെ ചിന്തിച്ചു കൂട്ടുന്നത് ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അവർക്ക് മറ്റുള്ളവർക്ക് ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ കാണുമ്പോക്ക് അപ്പൊ ഓന്റെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞത് വരും. നിങ്ങൾ പറഞ്ഞ ഈ ഒരു ആശയം ഓന്റെ മനസ്സിൽ വരും. ഈ ഒരു ജനിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതല്ല. ഭിന്നിപ്പ് ഉണ്ടാവില്ല, നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കൂല. നിങ്ങൾ ശ്രമിക്കൂല, അങ്ങനെ അതെനിക്കറിയാം. ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരാളായിരിക്കൂല. പക്ഷെ അതുമൂലം ഭിന്നിപ്പുണ്ടാവൂലേ? സാധ്യതയില്ലേ? പറയട്ടെ, ഭിന്നിപ്പുണ്ടാവൂല എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ ഉത്തരം. ഓക്കെ, കാരണം അത് പറഞ്ഞുതരാം. അത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളിപ്പോ കുറെ പോയിന്റുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞല്ലോ. അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ പറയണത് നമ്മുടെ വ്യൂവേഴ്സ് കൂടുതലും ഹിന്ദുക്കളായിരിക്കും അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കണക്ക് എന്റെ കയ്യിലില്ല. വിശ്വാസമുള്ളവരും ഇല്ലാത്തവരൊക്കെ കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇസ്ലാം ഞാൻ പറയട്ടെ, എന്റെ കയ്യിൽ ഉള്ള കണക്കനുസരിച്ചിട്ട് എന്നെ സംബന്ധിച്ച് ഇത് വിശ്വാസികളോട് മാത്രം പറയണമെന്നാണ് ആഗ്രഹം. ഓക്കെ, വിശ്വാസത്തിലുള്ള ആളുകളോട് മാത്രമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. നിലവിൽ നമുക്കിപ്പോ ഒരു സോഷ്യൽ മീഡിയ, യൂട്യൂബ് ചാനലോ ഫേസ്ബുക്കോ ഒക്കെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് അതിന് മറുപടി പറയുമ്പോ അതിൽ കൊനിഷ്ഠ ചോദ്യം ചോദിക്കരുത്. ഓക്കെ, പറഞ്ഞുതരാം. അതിന്റെ ഉത്തരം ആദ്യം പറഞ്ഞിട്ടാണ് അത് തുടങ്ങിയത്. എന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം വെച്ചിട്ടാണ്, ഭിന്നിപ്പ് ഉണ്ടാവില്ല എന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ അതിന്റെ ഇടയിൽ നിങ്ങൾ ഈ കൊനിഷ്ഠ ചോദിക്കുന്നത് ശരിയല്ല. ഓക്കെ, പറഞ്ഞുതരാം. എനിക്ക് അങ്ങനെ ഭയമുള്ളത് കൊണ്ട്, ഭിന്നിപ്പുണ്ടാവുന്നുള്ള ഭയമുള്ളത് കൊണ്ടല്ല, വിശ്വാസികൾ കേട്ടാൽ മതി എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. കാരണം വിശ്വാസികളാണ് ഇത് കേൾക്കേണ്ടത് കൂടുതൽ എന്നാണ് എന്റെ ബോധ്യം. മനസ്സിലായോ? പറഞ്ഞുതരാം. അപ്പോ നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു മൗലിയർ വയല് പറയുമ്പോ അത് മുസ്ലിങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ AP പറയണ വയല് AP കുട്ടികൾ മാത്രമേ കേൾക്കുള്ളൂ, അങ്ങനെ വരില്ലല്ലോ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അവിടെ എല്ലാവരും കേൾക്കും. അത് അക്ബറിന്റെ വീഡിയോ കണ്ട് താഴെ പോയാലും നിങ്ങൾക്ക് ഇതേ നിങ്ങൾ ഈ പറഞ്ഞ അവിശ്വാസികളുടെയും അന്യമതസ്ഥരുടെയും ഒക്കെ കമന്റ് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും കാണാം. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണേ. അപ്പൊ അതാണ് ഒരു പോയിന്റ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഫിൽട്ടർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ
എനിക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങളും ഇസ്ലാമിനോടുള്ള എന്റെ നിരീക്ഷണങ്ങളും ഇസ്ലാമിക സമൂഹത്തോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളും മുസ്ലിങ്ങളോടായിട്ട് പറയാനുള്ള വേദികൾ ഇസ്ലാമിക സമൂഹം ഒരുക്കി തന്നാൽ നമ്മൾ വന്ന് പറയും ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പരിഗണിച്ചോളി. രണ്ടാമത്തെ കാര്യം, അപ്പൊ കേൾവിക്കാരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. നമുക്ക് അവിടെ പിന്നെ ഫിൽട്ടർ ചെയ്തിട്ട് ആളുകളെ കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറയുന്നത് പൊതുവിൽ മാനവികമായിട്ടുള്ള മൂല്യങ്ങളാണ്. അതായത് എല്ലാ മനുഷ്യന്റെയും ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് പരിഗണിക്കാനുള്ള ഒരു സെൻസ് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ വാദം. അപ്പൊ അതുകൊണ്ട് അത് എല്ലാ മനുഷ്യരും കേൾക്കണം തന്നെയാണ് എന്റെയും. അങ്ങനെ വരുമ്പോൾ അത് എല്ലാ മനുഷ്യരും കേട്ടാൽ ഒരു കുഴപ്പമില്ല, നല്ലതാണ് കൂടുതൽ ആൾക്കാർ കേട്ടാൽ. കാരണം എന്താ വെച്ചാൽ എന്റെ ഇസ്ലാം വിമർശനം കേട്ടിട്ട് ഹിന്ദുമതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരെയും സംഘപരിവാറിനോട് ആഭിമുഖ്യം ഉണ്ടായിരുന്ന ആ തീവ്ര ഹിന്ദുത്വ നിലപാടിൽ നിന്ന് പുറത്തു വന്നവരെയും ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ചവരെയൊക്കെ എനിക്കറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് പൊതുവിൽ നമ്മളൊരു മാനവികത മുൻനിർത്തിയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും കേൾക്കട്ടെ. തൽക്കാലം നിങ്ങൾ മുസ്ലിങ്ങൾ മാത്രം കേട്ടാൽ മതി. നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സംവിധാനം ഒരുക്കി തന്നാൽ നമ്മളതിന് വരാൻ തയ്യാറുമാണ്, നമ്മളെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇസ്ലാമിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മതത്തിൽ അടിമത്തല്ലാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരി നമുക്ക് അടിമ ഭോഗം നടത്താം എന്ന് പറഞ്ഞിട്ട് ആരും പ്രബോധനം നടത്തുന്നത് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പകരം നിങ്ങൾ ഇസ്ലാമിന്റെ തെറ്റായ വശങ്ങളൊക്കെ മറച്ചു പിടിച്ച് നല്ല വശങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. വളരെ സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ എന്റെ പ്രശ്നം എന്താ അറിയോ, ഇസ്ലാമിന്റെ ഒരു അവകാശവാദം അനുസരിച്ച് ഇസ്ലാമിൽ തിന്മയില്ല, ഇസ്ലാമിൽ തെറ്റായ ഒന്നുമില്ല. ഇസ്ലാമിൽ എന്തൊക്കെ അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അള്ളാഹു എന്തൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടോ അതൊക്കെ നല്ലതാണ്. ഇസ്ലാം ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തിന്മയാണ്. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്ന് മാത്രമല്ല ഇത് എറ്റേണൽ ആണ്. ഇത് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിക്ക് 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുഹമ്മദ് നബിക്ക് പൂർത്തീകരിച്ചു കൊടുക്കുമ്പോൾ അതിൽ പിന്നീട് മാറ്റി തിരുത്തലുകളുടെ ഒന്നും ആവശ്യമില്ല. അത് സമ്പൂർണവും സമഗ്രവുമായിട്ടുള്ള സാർവകാലികവും സാർവലൗകികവുമായിട്ടുള്ള ഒരു നിയമസംഹിതയാണ്. ഓക്കെ, ആ അവകാശവാദം വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റി. കാരണം ഇന്നത്തെ കാലത്ത് ചില കാര്യങ്ങൾ ഇസ്ലാമിലുള്ള ചില കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നു അല്ലെങ്കിൽ അത് പ്രബോധനത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പർട്ടിക്കുലർ ഏരിയ ഇന്നത്തെ കാലത്ത് ആൾക്കാരോട് പറയുന്നത് ഒരു വിപരീത ഫലം ചെയ്യും എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായും എനിക്ക് തീർച്ചയായും ബോധ്യമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരേ സമയത്ത് ഇത് എല്ലാ കാലത്തേക്കുള്ളതാണ്, ഇതിനെ കമ്പയർ ചെയ്തിട്ട് ബാക്കി എല്ലാ മനുഷ്യന്മാരും മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുകയും ഇതിലേക്ക് വരുന്നത് മാത്രമാണ്, ഇത് മാത്രമാണ് സത്യം, ഇതല്ലാത്തതെല്ലാം സത്യത്തെ നിഷേധിക്കലാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നവർ, അതിൽ സത്യത്തിന് നിരക്കാത്തതും നീതിക്ക് നിരക്കാത്തതും മനുഷ്യത്വത്തിന് നിരക്കാത്തതുമായിട്ടുള്ള നിയമങ്ങളുണ്ട് എന്ന് ബോധ്യമുള്ള ഞാൻ, പ്രബോധകർ മറച്ചു പിടിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പ്രബോധിത സമൂഹത്തിന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഒരർത്ഥത്തിൽ അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കലായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. മനസ്സിലായോ? ഉദാഹരണത്തിന് ഇസ്ലാമില് ഇപ്പൊ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ്. എല്ലാ കൗമാര ദശയിലുള്ള കുട്ടികൾക്കും പ്രണയം ഉണ്ടാവും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഇങ്ങനെ മിക്സ് ആയിട്ട് ജീവിക്കുന്നതാണ്, എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ്. സ്വാഭാവികമായിട്ട് മനുഷ്യർ തമ്മിലുള്ള പ്രണയങ്ങൾ ഉണ്ടാവാം. അപ്പം പ്രണയങ്ങളിൽ അകപ്പെടാൻ സാധ്യത ഉള്ളപ്പോൾ അല്ലെങ്കിൽ പ്രണയം തോന്നി തുടങ്ങുമ്പോൾ നാമ്പിടുമ്പോ തന്നെ എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മുസ്ലിം കുട്ടീനെയാണ് നിങ്ങൾ പ്രണയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു മുൻകരുതൽ എടുത്തിട്ട് വേണം പ്രണയിക്കാൻ. കാരണം ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരു തരത്തിലും നിങ്ങളുടെ സ്വതന്ത്രമായ വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. ഒരു മുസ്ലിം പെൺകുട്ടിയെയോ മുസ്ലിം പെൺകുട്ടിയെയോ മുസ്ലിം ആൺകുട്ടിയെയോ പ്രണയിക്കുന്ന ഇതര മതസ്ഥരായിട്ടുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, മറ്റേതെങ്കിലും മതത്തിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അത് വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ജീവിതത്തിലേക്കോ എത്തുന്നതിന് മുൻപ് അത് ഇസ്ലാമിലേക്കുള്ള കൺവേർഷൻ എന്ന വളരെ നിർബന്ധപൂർവമായിട്ടുള്ള ഒരു നിബന്ധന വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മുൻകൂട്ടി കാണണം എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ എല്ലാവരെയും അറിയിക്കണം, നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ഈ കാര്യത്തിലൊക്കെ പറയാനുള്ളത്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഭിന്നിപ്പ് ഉണ്ടാക്കൂല എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ ഈ മതത്തിനകത്തുള്ള ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, സംസാരിക്കുന്ന ആൾക്കാർ ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു മുസ്ലിം പെൺകുട്ടിയുടെ നിക്കാഹിന്റെ വേദിയിൽ പെൺകുട്ടികൾ ഇരിക്കുന്ന സദസ്സ് കണ്ടിട്ട് ഒരു മൊയ്ലിയാര് അവിടുന്ന് പറഞ്ഞു, ഇത് ഇസ്ലാമിൽ അനുവദനീയമല്ല, ഇത് നിക്കാഹിന്റെ മഹനീയമായ സദസ്സാണ്, ഇവിടുന്ന് സ്ത്രീകൾ മാറിപ്പോണം എന്ന് പറഞ്ഞു. ആ പള്ളി കമ്മിറ്റിയിലുള്ള ആളാണോ കുട്ടിയുടെ കുടുംബക്കാരാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ നിക്കാഹിന് വന്നാണ്, നിക്കാഹ് എല്ലിട്ട് പൊയ്ക്കോളി എന്ന് പറഞ്ഞു. ആൾക്കാരെ മാറ്റാനൊന്നും നിങ്ങൾ നിൽക്കണ്ടെന്ന് പറഞ്ഞു.
എന്ന് പറഞ്ഞാൽ മതത്തിന്റെ മനുഷ്യത്വ വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ നിയമങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു പ്രവണത മുസ്ലിം സമൂഹത്തിനകത്തു തന്നെ ഉണ്ടാവുന്നുണ്ട്. വിശ്വാസത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെ, വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾക്കെതിരെ, വർഗീയതക്കെതിരെയുള്ള ശ്രമങ്ങൾ ഇസ്ലാം മതത്തിനകത്തും നടക്കുന്നുണ്ട്. അപ്പൊ മുസ്ലിങ്ങൾ ഒരു ജനസമൂഹം എന്ന നിലക്ക് പൊളിറ്റിക്കലി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും ഇസ്ലാമിക ഗ്രന്ഥത്തിൽ എങ്ങനെയാണുള്ളത് അതേപോലെ ഉള്ള ആളുകളല്ല, അതേപോലെ കാർക്കശ്യമുള്ളവരും അല്ല. അവർ കാലത്തിനൊത്ത് സംസ്കരിച്ചും കാലത്തിനൊത്ത് മാറിയും മറ്റുള്ള മനുഷ്യരോടൊക്കെ സഹവസിച്ചും മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് മതം എന്ന് പറയുന്നത് വേറെയും മതവിശ്വാസികൾ എന്ന് പറയുന്നത് വേറെയുമായിട്ടാണ് ഞാൻ എല്ലാ കാലത്തും പറയുന്നത്. മതം ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജിയെ കുറിച്ച് അവകാശവാദം ഉന്നയിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് നമ്മൾ സംവദിക്കും. ആ ഐഡിയോളജിയിൽ അവരുടെ അവകാശവാദവും യഥാർത്ഥത്തിൽ കിതാബിലുള്ളത് എന്താണ് നമ്മൾ പരിശോധിക്കും. അവിടെയാണ് തർക്കം നടക്കുന്നത്, വിമർശനം. അവരോട് നിങ്ങളെ സംബന്ധിച്ചോ പ്രശ്നമില്ല, നിങ്ങളടുത്ത് വാദിക്കാൻ വരുന്നത്. ഞാൻ ഇതൊന്ന് പറഞ്ഞ് അവസാനിച്ചോട്ടെ, ഒരു പോയിന്റ് മതി. അപ്പോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോ തീർച്ചയായിട്ടും ഇസ്ലാമിനകത്ത് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ എന്തോ പ്രശ്നമായിട്ട് കണ്ടിരുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാവും. മുസ്ലിം എന്ന് പറയുന്നത് അല്ല, അതൊരു ജനവിഭാഗമാണ്. ഇത് ഗ്രന്ഥത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാല്, ഹിന്ദു മതത്തില് ഈ സതി എന്ന് പറയുന്ന ഒരു ആചാരം ഉണ്ട്, മതത്തിലുണ്ട്, ഹിന്ദുക്കൾക്കിടയിൽ ഇപ്പൊ ഇല്ല. മനസ്സിലായോ? ഹിന്ദു മതത്തിന്റെ ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കാം മേ ബി. അതേപോലെ തന്നെ ജാതി വിവേചനം ഉണ്ട്. അത് ഹിന്ദു മതത്തിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾ എല്ലാ ഹിന്ദുക്കളോടും ദേഷ്യം തോന്നും നിങ്ങൾക്ക്? ഇല്ല, സ്വാഭാവികമാണ്. ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യേക ഇല്ല. അതാ പറഞ്ഞത്. അപ്പൊ മതത്തിനകത്ത് ഗ്രന്ഥത്തിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. അത് ആ കാലഘട്ടത്തിന് പരിമിതി ഉണ്ടാകും. അത് പറഞ്ഞ് അത് മറ്റുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാകും, വിഭാഗീയത ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു തെറ്റായ ആരോപണമാണ്, വസ്തുതക്ക് നിരക്കാത്തതാണ്. അത്രയാണ് എന്റെ പോയിന്റ്. തെറ്റായ ആരോപണം അല്ലല്ലോ. ഇനി ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചാൽ എങ്ങനെയാണ് മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാവുക പറയും? ഒരു മിനിറ്റ്. കാരണം എക്സാക്ട്ലി ഉണ്ടാവും. താങ്കളുടെ ഒരു വ്യൂവേഴ്സ് ചിന്തിക്കുന്ന ഇസ്ലാമിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാ, ഇസ്ലാമിൽ ഇത്ര കഠോരമായിട്ടുള്ള ഇതെല്ലാം ഉണ്ടാ, നല്ല ചിന്തിക്കുന്നതാണ്. അതൊന്നും ഈ കാലഘട്ടത്തിൽ ആരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഈവൻ മുസ്ലിംസ് പോലും കേട്ടിട്ടുണ്ടാവില്ല. ഈ അടിമത്തം കാര്യങ്ങളെല്ലാം ഈ ഒരു കാലഘട്ടത്തിലുള്ള മുസ്ലിംസ് പോലും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങള് അതും ഒന്നും കൂടി കുത്തിപ്പൊക്കുമ്പോ എന്തായി? അപ്പൊ മറ്റുള്ളവരുടെ അകത്ത് വിഷം കുത്തി കയറ്റാത്ത ആ ഒരു രീതിയാണ്. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ നിക്കാവിന്റെ അവിടെ അതുണ്ട് ഇതുണ്ട് ഇസ്ലാമിൽ കുറെ അതുണ്ട്. ആ ഒന്നും ആരും ഫോളോ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ അതൊന്നും ആരും ഫോളോ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തന്നെ ഒരുപാട് കല്യാണ വീഡിയോസ് കണ്ടാൽ മതി. അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് റീൽസ് എടുത്ത് നോക്കിയാൽ മതി. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇസ്ലാം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് മുസ്ലിം? പിന്നെന്താ പ്രശ്നം? നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് പോലും ഞാൻ ചോദിക്കുന്നത് അതല്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോ ബാക്കിയുള്ളവർ മനസ്സിലുണ്ടാവും. ബാക്കിയുള്ളവർ ചിന്തിക്കും ഇസ്ലാമിൽ ഇങ്ങനെയുള്ള ഉണ്ടായി. എല്ലാവരും ഇപ്പൊ സമാധാനപരമായി ഇസ്ലാമിൽ ഉണ്ടായിക്കോട്ടെ, കിതാബില് അങ്ങനെയൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ഞാൻ ഒന്ന് പറയട്ടെ, കേരളത്തിൽ കൂടുതലും ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് നല്ല രീതിയിൽ ഇങ്ങനത്തെ മത ജാതി അത് ഇതൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പോവാന്നുള്ള ഒരു ഇതിലാണ് ചിന്തിക്കുന്നുള്ളത് ഇപ്പൊ എല്ലാവരും. പക്ഷെ ഇങ്ങളെ പോലത്തെ ഓരോരോ ആൾക്കാര്, അത് മതത്തിലുള്ള ആൾക്കാരും ഉണ്ട്, നിങ്ങളും ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാല്, നിങ്ങൾ ഈ ഒരുമാതിരി പഴയ മറ്റേ അടിമത്തോ അത് ഇതും മറിച്ചെല്ലാം പിടിച്ചു വന്നിട്ട് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ പറയട്ടെ, അല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ല നിങ്ങളത് പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് മറ്റുള്ള സാധാരണ മനുഷ്യരായ മറ്റുള്ള മതവിഭാഗത്തിലുള്ള ആൾക്കാർ ചിന്തിക്കൂ ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങളെ ഇതുമാതിരിയാണ്. അപ്പൊ മറ്റുള്ള മുസ്ലിങ്ങളെ കാണുമ്പോ അവർക്ക് എന്താവും? ചടുപ്പാവും. 100% സാധാരണക്കാരുടെ കാര്യമാണ്. ഹിന്ദു മതത്തിൽ കുറെ ദുരാചാരങ്ങളുണ്ട്. ഹിന്ദു മതത്തിൽ കുറെ ദുരാചാരങ്ങളുണ്ട്, ജാതീയമായിട്ടുള്ള വേർതിരിവുകളുണ്ട് എന്ന് മനസ്സിലാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദുവിനെ കാണുമ്പോൾ വെറുപ്പ് തോന്നാറുണ്ടോ? ഇല്ല, എക്സാക്ട്ലി ഇല്ല. പക്ഷെ വെറുപ്പ് തോന്നുന്ന പിന്നെങ്ങനെ ഇസ്ലാമിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് മുസ്ലിങ്ങളെ തോന്നുമ്പോൾ വെറുപ്പ് തോന്നുന്നത്? ചിന്തിക്കുന്ന ആൾക്കാരെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സാധാരണ ആൾക്കാരെ ആർക്കും തോന്നൂല. അതുപോലുള്ള ആൾക്കാരും ആർക്കും തോന്നൂല. പിന്നെ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം. വിശ്വാസികളായിട്ടുള്ള ഇപ്പൊ നിങ്ങള് ഇവിടെ ഹിന്ദു പ്രശ്നം മുസ്ലിം പ്രശ്നമൊക്കെ പറയുമ്പോ ബഹളുണ്ടോ പുറകില്? ഇല്ല, هذا ما يريد أرباب هذا ما يريد. أنا أريد شو كم سعر؟ هذا يمكن عليه 300. اوكي. بطارية
بصار كم والله 79 ايه الف 300 1300 ولا شيء بدل نظيف دقه واحد ما في ايه انا يا رب نقدر شوف صح ഹലോ ആ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് നിങ്ങളുടെ ഒരു എന്താ പറയാ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആശങ്കയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം, അത് പറയാൻ മനസ്സിലായി. ഇത് പക്ഷെ സാധാരണഗതിയിൽ ഇസ്ലാം മതത്തിനെതിരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു 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 ആയുധമായിട്ട് ഒരു പ്രതിരോധമായിട്ടാണ് ഞാൻ അത് പറയും. അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നോക്കൂ അടിമത്തത്തിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന പറഞ്ഞുതരാം. ഇസ്ലാമിലെ അടിമത്തം നിയമം ഇന്നത്തെ കാലത്ത് യോജിച്ചതല്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇന്നത്തെ കാലത്തിന് യോജിച്ചതല്ല, ഇന്നത്തെ കാലത്ത് നമ്മുടെ ബോധ്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? തീർച്ചയായും ഉണ്ടാവുമല്ലോ. ഉണ്ട്. അതേ സമയത്ത് നമ്മുടെ കുട്ടികളിൽ ഇസ്ലാമിൽ ഉണ്ട് എന്നതിന്റെ പേരിൽ മാത്രം അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ അടിമത്തത്തെ ന്യായീകരിക്കുന്നവർ പണ്ഡിതന്മാരായിട്ട് ഇവിടെ പരസ്യമായി യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിമത്തത്തിൽ എന്താ കുഴപ്പം എന്നാ ചോദിക്കുന്നത്. അടിമത്തത്തിൽ അതൊരാളുടെ ഒന്നുമല്ല. എം എം അക്ബർ പറഞ്ഞത് അടിമത്തം ഇനിയും തിരിച്ചു വരും, അടിമത്തം നിരോധിച്ചിട്ടില്ല എന്നതാണ് ഇസ്ലാം ദൈവികമാണ് എന്നതിന്റെ തെളിവ് എന്ന് പറഞ്ഞത്. ഓക്കെ, അവർ രണ്ടാൾ അടിമത്തം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ ഇസ്ലാമിലുണ്ട്. അക്ബർ പറഞ്ഞതുകൊണ്ട് അക്ബർ ഇസ്ലാമിലുണ്ട്. അക്ബറാണോ ഇസ്ലാമിനെ തീരുമാനിക്കുന്നത്? ഇസ്ലാമിനെ തീരുമാനിക്കുന്നത് ഖുറാനും ഹദീസുമാണ്. ഖുറാനിൽ രണ്ടിലുണ്ട്. ഒരു മിനിറ്റ്, അക്ബർ പറഞ്ഞതുകൊണ്ട് അടിമത്തം വരാൻ സാധ്യത ഉണ്ടോ? അങ്ങനെയല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അത്തരം വാദഗതികളുമായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ അതിനുള്ള മറുപടിയാണ് സുഹൃത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അവരുടെ ഞാൻ ഒന്ന് പറയട്ടെ, ഈ അക്ബറിന്റെ ഷുഹൈബുൽ അത്യമീന്റെ മറ്റേ വീഡിയോസ് കാണുന്ന അധികം ആൾക്കാർ ഇസ്ലാം അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഈ തരം ഏർപ്പാട് പ്രോത്സാഹിപ്പിച്ചിട്ട് അങ്ങോട്ട് നിർത്തുന്നത് ഇസ്ലാമിലുള്ള ആൾക്കാർ തന്നെയാണ്. ആണ്, മനസ്സിലായോ? അപ്പൊ ഈ പ്രശ്നം വ്യൂസ് അങ്ങനല്ല, നിങ്ങളുടെ വ്യൂസ് മിക്സ്ഡ് ആണ്. ആരാ പറഞ്ഞു? നിങ്ങളുടെ വ്യൂസ് ഇസ്ലാം മിക്സ്ഡ് ആവണല്ലോ. ക്രിസ്ത്യൻസിൽ മിക്സ്ഡ് ആവണല്ലോ. നോക്കൂ, ഒരു പറയട്ടെ, നിങ്ങളിത് എന്താ അറിയോ, നിങ്ങൾ ആകെ കുഴച്ചു മറിക്കുകയാണ്. തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ എന്താണ് തെറ്റിദ്ധാരണ? എന്റെ വീഡിയോകളിലൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണ പറയും. പിന്നെ നിങ്ങൾ ഇസ്ലാമിനെ പഴയ കാലത്തിനുള്ള വെച്ചിട്ട് ഇസ്ലാമിൽ ഇപ്പൊ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഇസ്ലാമും പുതിയ കാലത്ത് വേറെ ഇസ്ലാമാണോ? പുതിയ കാലത്ത് ഇപ്പൊ അങ്ങനെ ഇസ്ലാം ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ട്? ഇപ്പൊ കേരളത്തിൽ ഇസ്ലാം ഫോളോ ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചല്ലല്ലോ ഞാൻ പറയണത്. ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തെ കുറിച്ചല്ലേ? മതത്തെ കുറിച്ച് ഇപ്പൊ പറയേണ്ട ആവശ്യമുണ്ട്? അതൊക്കെ മാറിയില്ലേ? ഇല്ല, ആ മതാണ് ഒരു കാലത്തേക്ക് മാറ്റം. അപ്പൊ മതം മാറി, ആ മതവും ആ കാലമൊക്കെ മാറി എന്നുള്ളത് നിങ്ങള് ഇസ്ലാമിക പ്രബോധകരെയും വയലു പറയുന്ന മൂല്യന്മാരെയും ബോധ്യപ്പെടുത്താൻ നോക്കൂ. അവരെ ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല. അവരിതൊക്കെ തള്ളിമറിച്ചോണ്ടിരിക്കും. അവര് തള്ളിമറിക്കുന്ന കാലത്തോളം നമുക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. അവർ പറഞ്ഞത് തെറ്റാണെന്നും കളവാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും പറയാതെ എനിക്ക് വേറെ നിർവാഹമൊന്നുമില്ല തൽക്കാലം. അവരിത് പറഞ്ഞുകൊണ്ടാണ് അവര് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത് പറയുന്നത് അല്ലെ? പലതും സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ അവർ പറയുന്നതുകൊണ്ടല്ല. എങ്ങനെ? ആദ്യം നിങ്ങൾ പറഞ്ഞ് അവരെ എതിർക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ഇത് ഈ ഒരിയിലേക്ക് വന്നതല്ല. ഏത് എതിർക്കുന്ന? ഇസ്ലാമിനെ കുറിച്ചുള്ള അവകാശവാദങ്ങളും വസ്തുതകളും തമ്മിലുള്ള വൈരുദ്ധ്യം അത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്റെ വീഡിയോ നോക്കൂ. കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഒരു മിനിറ്റ്, അത് പറയട്ടെ. എന്റെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിയാക്ഷൻ വീഡിയോസ് ആണ്. കംപ്ലീറ്റ്ലി റിയാക്ഷൻ വീഡിയോസ് ആണ്. എപ്പോഴാണ് റിയാക്ഷൻ ഉണ്ടാവുന്നത്? അത് മനസ്സിലായി. അങ്ങോട്ടൊന്നും ഒരു ആക്ഷൻ അതെ, തീർച്ചയായും എക്സാക്ട്ലി. അപ്പൊ ഞാൻ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ച് ഫോൺ ചെയ്ത് സംസാരിക്കാറില്ല. നിങ്ങൾ വിളിച്ചതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് സംസാരിച്ചത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന റിയാക്ഷനൊക്കെ നിങ്ങൾ ചെയ്യുന്ന റിയാക്ഷനാണ് ഇത് ഉപദ്രവകാരി. അത് മനസ്സിലാക്കിയാൽ അത് സ്വാഭാവികമാണ്. ഉപദ്രവം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഉപദ്രവമൊന്നുമില്ല. ദീൻ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന് കുറച്ച് തലവേദന ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അത് വിറ്റ് തിന്നുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യയശാസ്ത്രത്തിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കും ചില പ്രയാസങ്ങളുണ്ടാവും, അത്രേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടില്ല.
നിങ്ങളിങ്ങനെ പറയുന്നത് കൊണ്ടില്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങളിങ്ങനെ പറയുന്നത് കൊണ്ട് ഒരുപാട് അന്യമതസ്ഥരിൽ ഒന്നും സംഭവിക്കില്ല. ആ സെന്റിമെന്റ്സ് വർക്ക് ആവില്ല. കാരണം ഞാൻ അതൊക്കെ അത്തരം കാര്യങ്ങൾ കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി. കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി. കമന്റ് സെക്ഷൻ ഇപ്പൊ ഞാനും എന്റെ ഫാമിലി ആയിട്ട്, ഞാനും എന്റെ ഒരു ഫാമിലിയും അല്ലെങ്കിൽ ഞാനും എന്റെ പങ്കാളിയും കൂടി ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു റീൽസോ ചെയ്തിട്ടാല് അതിന്റെ താഴെ വരുന്ന മുസ്ലിം കമന്റുകളും നോക്കി നിങ്ങള് അതൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ കണക്കുണ്ടാവില്ല. ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. പച്ചത്തെറി പൂരത്തെറി അല്ല. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ലാന്ന് അത് വിചാരിച്ചിട്ട് അത് വെച്ചിട്ടാണോ നമ്മള് നോക്കൂ, നമ്മള് ഒരു കണ്ടന്റിനെ വിലയിരുത്തേണ്ട അതിന്റെ താഴെ വരുന്ന കമന്റ് നോക്കിയിട്ടാണോ? എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കമന്റിലും പോയിട്ട് പറയാൻ പറ്റും. നിങ്ങള് ഞാൻ ചോദിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസോ ഏതെങ്കിലും സംസാരിക്കാനുള്ള അവസരം നിങ്ങൾ തന്നെ ഒരുക്കി തന്നോണ്ടാണ് ഞാൻ നിങ്ങളുടെ അതാ ഞാൻ പറഞ്ഞു. എന്റെ പോയിന്റ് എല്ലാവർക്കും വിളിച്ച് സംസാരിക്കാൻ പറ്റും. ഞാൻ പറയട്ടെ. എന്നെ സംബന്ധിച്ച് കമന്റ് സെക്ഷനില് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഓർ ചെയ്യുന്നത് തെറ്റാണ്. അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ വിലയിരുത്താനുള്ള അവകാശമുണ്ടോ? നിങ്ങൾക്ക് അവകാശം വിലയിരുത്തുന്നത്. ഇപ്പൊ യുദ്ധം നടക്കുന്നത് തിന്മയും തമ്മിലാണ്, അല്ലാണ്ട് നിങ്ങളുടെ നന്മയോ അവരുടെ തിന്മയും തമ്മിൽ ആ യുദ്ധമല്ല ഇപ്പൊ നടക്കുന്നുള്ളത്. അത് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനും നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവസാനിപ്പിക്കാം. ഓക്കെ ശരി. ഓക്കെ.